നമുക്കെല്ലാം അറിയാം സെപ്റ്റംബർ 29 ലോക ഹൃദയദിനം, വേൾഡ് ഹാർട്ട് ഡേ. എന്താണ് വേൾഡ് ഹാർട്ട് ഡേ, വേൾഡ് ഡയബറ്റിക് ഡേ? ഈ ഡേയുടെയൊക്കെ ഇമ്പോർട്ടൻസ്. വേൾഡ് ഹാർട്ട് ഡേ സെപ്റ്റംബർ 29, വേൾഡ് ഡയബറ്റിസ് ഡേ നവംബർ 14. ഈ ഡേയ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? നമുക്ക് ഹൃദയാഘാതം, ഡയബറ്റിസ് ഇങ്ങനത്തെ അസുഖങ്ങളെ പറ്റി നമുക്കൊരു അവബോധം തരുന്നു. അതേപോലെ ഹൃദയാഘാതം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതേപോലെ വരുന്നത് നേരത്തെ എങ്ങനെ അറിഞ്ഞിരിക്കാമെന്നുള്ളതിനെ പറ്റി നമുക്ക് കുറച്ചുകൂടെ അവയർനെസ് തരുന്നു. ബേസിക്കലി എപ്പോഴും മനസ്സിലാക്കേണ്ടത് 20-60 വയസ്സുള്ള പുരുഷന്മാരിൽ 20-60 വയസ്സ് ഞാൻ പറഞ്ഞ പുരുഷന്മാരിൽ 10-8 പേര് മരിക്കുന്നത് ഒറ്റ അസുഖം കൊണ്ടാണ്. അതാണ് ഹാർട്ട് അറ്റാക്ക്. ബാക്കി 20% മരിക്കുന്നത് ലിവർ ഫെയിലിയർ ആയിരിക്കാം, കിഡ്നി ഫെയിലിയർ ആയിരിക്കാം, ക്യാൻസർ ആയിരിക്കാം, ഇൻഫെക്ഷൻ ആയിരിക്കാം. എന്താണ് ലിവർ ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ, ക്യാൻസർ, ഇൻഫെക്ഷനും ഹാർട്ടും തമ്മിലെ വ്യത്യാസം? ലിവറിന് പോയാലും കിഡ്നിക്ക് അസുഖം വന്നാലും അല്ലെങ്കിൽ ന്യൂമോണിയ വന്നാലും ബ്ലഡ് ക്യാൻസർ വന്നാലും ഒരു ചികിത്സ എടുത്തില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ 3-6 മാസം ജീവിച്ചിരിക്കും. ഹാർട്ട് അറ്റാക്കോ അതാണ് അറ്റാക്ക്. ആ ഇരിക്കുന്നിരിപ്പിന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് കുഴഞ്ഞു വീട് മരിക്കുന്നു. അതാണ് ഹൃദയാഘാതം. പണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഹൃദയാഘാതം വരുന്നത് 60-70 വയസ്സുള്ളവരാണ്. ഇപ്പോൾ ഹൃദയാഘാതം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് 25-40 വയസ്സിനിടയ്ക്കാണ്. അപ്പം നമ്മളെല്ലാം സ്വാഭാവികം ചിന്തിക്കുന്നത് എന്താ, എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു? കൊറോണയ്ക്ക് ശേഷം കൊറോണ വാക്സിൻ കാരണമാണോ ഹാർട്ട് അറ്റാക്ക്? ഇപ്പോഴത്തെ പുതിയ BMJ സ്റ്റഡീസ് കാണിക്കുന്നത് കൊറോണ വാക്സിനോ ഹാർട്ട് അറ്റാക്കുമായിട്ട് യാതൊരു ബന്ധമില്ല. കൊറോണ ആക്റ്റീവായിട്ടിരുന്നപ്പോൾ ഹാർട്ടിന് ഇൻഫ്ലമേഷൻ, മയോകാർഡൈറ്റിസ് അല്ലെങ്കിൽ കാർഡിയോമയോപ്പതി വന്ന് മരിക്കാം, അല്ലാതെ ഹാർട്ട് അറ്റാക്ക് വന്ന ചെറുപ്പക്കാരോട് യാതൊരു ബന്ധമില്ല. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് നമുക്കറിയാം 20-60 വയസ്സുകളിൽ 80% പേര് മരിക്കുന്ന ഹാർട്ട് അറ്റാക്ക് എന്തൊക്കെ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നു? 58% ഹാർട്ട് അറ്റാക്ക് വരുന്നത് കൊളസ്ട്രോൾ ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ചീത്ത കൊളസ്ട്രോളിന്റെ പേരാണ് LDL. അപ്പോൾ പണ്ടത്തെ LDLന്റെ നോർമൽ വാല്യൂ 100-150 ഒക്കെ. ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്ന പ്രൈമറി പ്രിവെൻഷൻ, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ LDL കൊളസ്ട്രോൾ 70 താക്കുക, ഹാർട്ട് അറ്റാക്ക് വന്നൊരു വ്യക്തി ചീത്ത കൊളസ്ട്രോൾ LDL 55 താക്കുക. അപ്പോൾ പലപ്പോഴും ആൾക്കാർ നമ്മുടെ TV ഇന്റർവ്യൂ പറയും ബീഫും മട്ടനും കഴിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരുമോ? എണ്ണയുടെ കാരണമാണോ അറ്റാക്ക്? ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്ന ഫുഡും ബ്ലഡിലെ കൊളസ്ട്രോളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ ബ്ലഡിലെ ബാഡ് കൊളസ്ട്രോൾ LDLും ഫുഡുമായിട്ട് ബന്ധമില്ല. അഗ്ലി കൊളസ്ട്രോൾ എന്ന ട്രൈഗ്ലിസറൈഡ് ചിലപ്പോൾ ഡയറ്റും എക്സസൈസും വ്യായാമക്കുറവും ഷുഗർ അൺകൺട്രോളുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ 85% കൊളസ്ട്രോൾ ഉത്പാദിപ്പിക്കുന്ന ലിവറിൽ നിന്നാണ്. പക്ഷേ പഠനങ്ങൾ കാണിക്കുന്നത് എന്താ, 80% ആൾക്കാരും കൊളസ്ട്രോൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വന്നതിന് ശേഷമാണ്. എത്ര വയസ്സ് തൊട്ട് കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കാം? ഇപ്പോഴത്തെ അമേരിക്കൻ ഹാർട്ട് ഹോസ്പിറ്റലിന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം 6 വയസ്സ് മുതൽ കുട്ടികൾക്കോ 9 വയസ്സ് മുതലും അഡൽട്ട് ആകുമ്പോഴോ നമ്മളെ സംബന്ധിച്ച് ചീത്ത കൊളസ്ട്രോൾ അതിന്റെ ലെവൽ കൂടിയാൽ കൊളസ്ട്രോൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയുള്ളൊരു വ്യക്തിക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം? ഇപ്പോഴത്തെ അമേരിക്കൻ ഹാർട്ട് ഹോസ്പിറ്റൽ പറഞ്ഞത് 18 വയസ്സ് കഴിഞ്ഞ എല്ലാ നോർമൽ വ്യക്തിയും 5 വർഷത്തിലൊരിക്കൽ കൊളസ്ട്രോളിന്റെ അളവ് നോക്കുക. ഇന്ത്യൻ ലിപ്പിഡോളജി അസോസിയേഷൻ സെയിം ആണ് പറയുന്നത്. അല്ലാതെ ബീഫും മട്ടനും കഴിച്ച പൊണ്ണത്തിലുള്ള വ്യക്തിക്ക് ചിലപ്പോൾ കൊളസ്ട്രോൾ നോർമൽ ആയിരിക്കാം, ലീനായിട്ടൊരു വ്യക്തിക്ക് കൊളസ്ട്രോൾ കാണും. സോ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത് 100 പേർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടെങ്കിൽ 58% പേർക്ക് 100-ൽ 58 പേർക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൊണ്ട്. ചീത്ത കൊളസ്ട്രോൾ LDL പ്രൈമറി പ്രിവെൻഷൻ 70, സെക്കൻഡറി പ്രിവെൻഷൻ 55 താക്കുക. കൊളസ്ട്രോൾ കഴിഞ്ഞാൽ ബാക്കി 42% ഹാർട്ട് അറ്റാക്കും സ്മോക്കിംഗ്, BP, ഡയബറ്റിസ്. അല്ല ഷുഗർ കാരണം ഡയറക്റ്റ് ഹാർട്ട് അറ്റാക്ക് വരാറില്ല. കൊച്ചു കുട്ടികൾക്ക് നമുക്കറിയാം 10-15 വയസ്സിൽ ടൈപ്പ് 1 പ്രമേഹം വരുന്നു. ഇവർ 500-600 ഷുഗർ ഉണ്ട്, അവർ ഇൻസുലിൻ എടുക്കുന്നു അല്ലെങ്കിൽ ഇൻസുലിൻ പമ്പ് എടുക്കുന്നു, ഷുഗർ ഇടയ്ക്ക് 600-700 ആയി കീറ്റോസിസിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഈ 10-15 വയസ്സുള്ള കുട്ടികൾക്ക് അറ്റാക്ക് വരാറില്ല. അറ്റാക്ക് വരുന്നതെല്ലാം ടൈപ്പ് 2 പ്രമേഹത്തിൽ ഷുഗറിന്റെ കൂടെ BPയോ കൊളസ്ട്രോളോ വരുമ്പോഴാണ്. സോ 58% ഹാർട്ട് അറ്റാക്കും ചീത്ത കൊളസ്ട്രോൾ LDL കാരണം. റിമൈനിങ് 42% സ്മോക്കിംഗ്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, എയർ പൊല്യൂഷൻ. ഇപ്പോൾ കുറേ പഠനങ്ങൾ കാണിക്കുന്നത് എയർ പൊല്യൂഷൻ അല്ലെ അന്തരീക്ഷ മലിനീകരണം, ആ മൈക്രോ പാർട്ടിക്കൽ ലെവല് 2.5 മൈക്രോമീറ്ററിൽ താഴെയാണെങ്കിൽ അതും ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കാം. ഇപ്പൊ മൈക്രോ പ്ലാസ്റ്റിക്സ് നമുക്കറിയാം. മൈക്രോ പ്ലാസ്റ്റിക്സ് 5 മില്ലിമീറ്റർ താഴെയുള്ളത് 20% പേരുടെ ഹൃദയത്തിന് രക്തമണി കണ്ടുവരുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഹാർട്ട് അറ്റാക്ക് കൊളസ്ട്രോൾ കാരണം വരുന്നു. അപ്പൊ പണ്ടത്തെ പോലെ പ്രായമുള്ളവർക്കല്ല, ചെറുപ്പക്കാർ വരുന്നു. അപ്പൊ ചെറുപ്പക്കാർ ഏത് വയസ്സ് തൊട്ട് ഹാർട്ടിന് ചെക്കപ്പ് ചെയ്യണം? ഹാർട്ട് അറ്റാക്ക് വരുമോ എന്നറിയാനുള്ള ചെക്കിങ്ങിന്റെ പേരെന്താ? ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കുഴഞ്ഞു വീണിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ECG. അറ്റാക്ക് വന്നിട്ടറിയാം, അല്ലെങ്കിൽ ഓൾറെഡി വന്നൊരു വ്യക്തിയെ കണ്ടുപിടിക്കാം. വരുമോ എന്ന് ECGയിൽ അറിയാൻ പറ്റത്തില്ല. വരുമോ ഇല്ലയോ എന്നറിയുന്ന ഒറ്റ ടെസ്റ്റേ ഉള്ളൂ. അതിന്റെ പേരാണ് TMT അഥവാ ട്രെഡ്മിൽ ടെസ്റ്റ്. നമ്മളെന്താ TMT മെഷീനെ ഓടിയിട്ട് ECG വേരിയേഷൻ അറിയുന്നു. അതിൻ്റെ കൂടെ എക്കോ കാർഡിയോഗ്രാം, ഹാർട്ടിന്റെ അൾട്രാസൗണ്ട് പേരാണ് എക്കോ കാർഡിയോഗ്രാം. അത് ചെയ്യുമ്പോൾ ഹാർട്ടിന്റെ എജക്ഷൻ ഫ്രാക്ഷൻ കുഴപ്പമുണ്ടോ, ക്ലോട്ട് ഉണ്ടോ, അല്ലെ വാൽവിന് തകരാറുണ്ടോ എന്നറിയാം. സോ എത്ര വയസ്സ് മുതൽ ഒരു വ്യക്തിക്ക് TMT ചെയ്യണം? പണ്ട് നമ്മൾ എന്താ ഏജ് 35 വയസ്സ് അല്ലെ 40 വയസ്സ്. ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് പറഞ്ഞ ഏജ് മോർ ദാൻ 25 ഇയേഴ്സ്, 25 വയസ്സ് കഴിഞ്ഞ് ഏതെങ്കിലും വ്യായാമ പ്രക്രിയയ്ക്ക് പോകുന്നതിന് മുമ്പേ ഒരു വ്യക്തി TMT എക്കോ ചെയ്തിരിക്കണം.
പല ആൾക്കാരും നമുക്കറിയാം ഫിറ്റ്നസ് ഇൻഫ്ലുവൻസസ്. ഇപ്പൊ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് പലരും അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീഴുന്നത്. അപ്പൊ എന്തുകൊണ്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ വരുന്നു? ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്കും കൊളസ്ട്രോൾ കാണാം, BP കാണാം, സ്മോക്കിംഗ് കാണാം, ഡയബറ്റീസ് കാണാം, കുടുംബത്തിൽ ചിലപ്പോൾ അച്ഛൻ 50-60 വയസ്സിൽ അറ്റാക്ക് വന്ന പാരമ്പര്യം കാണാം. പക്ഷെ ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തി, ഒരു പയ്യൻ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നിടത്ത് ഹാർട്ടിന് ഒരു TMT ടെസ്റ്റ് എന്ന് എടുത്ത വയൽ അവൻ ഡോക്ടറെ അടുത്ത് പറയും, ഡോക്ടറെ ഞാൻ ഇതിനെ വർക്കൗട്ട് ചെയ്യും, ഞാൻ 5 കിലോമീറ്റർ രാവിലെ സ്വിമ്മ് ചെയ്യും, അല്ലെ 5 മണിക്കൂർ വൈകുന്നേരം വർക്കൗട്ട് ചെയ്യും, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഡോക്ടറെ. അല്ലെ ചിലർ പറയും, ഡോക്ടറെ ഞാൻ ശബരിമല ഒറ്റയടിക്ക് നടന്ന് കയറിയിട്ട് വന്നു, മലയാറ്റൂരുമല ഒറ്റയടിക്ക് കയറി, എന്തൊക്കെ ചെയ്താലും ഇരിക്കുന്ന മൗണ്ട് എവറസ്റ്റ് കയറിയിട്ട് വന്നൊരു വ്യക്തിയാണ് ചുമ്മാ ഇരിക്കുമ്പോഴായിരിക്കും സൈലന്റ് അറ്റാക്ക് വരുന്നത്. സോ നിയമമായിട്ട് പാലിക്കുക. ഹാർട്ട് അറ്റാക്ക് ഞാൻ ഒന്നുകൂടെ കൺസൈസ് ചെയ്യുന്നു. 20-60 വയസ്സുള്ള നമ്മൾ 10-8 പേര് മരിക്കുന്ന ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് എങ്ങനെ വരാതിരിക്കാം? 58% ഹാർട്ട് അറ്റാക്കും കൊളസ്ട്രോൾ. 18 വയസ്സ് കഴിഞ്ഞ് 5 വർഷത്തിലൊരിക്കൽ എല്ലാ നോർമൽ വ്യക്തിയും ഇന്ത്യൻ ലിപ്പിഡോളജി അസോസിയേഷന്റെ ഗൈഡ് ലൈൻസ്, അമേരിക്കൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പോയി കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക. ചീത്ത കൊളസ്ട്രോൾ LDL 70 താഴെ മെയിൻറ്റെയിൻ ചെയ്യുക. ഹാർട്ട് അറ്റാക്ക് ഉള്ള വ്യക്തി 55 താഴെ മെയിൻറ്റെയിൻ ചെയ്യുക. സ്മോക്കിംഗ് ഉണ്ടോ പാടെ ഉപേക്ഷിക്കുക. BP ഉണ്ടോ BPയുടെ വാല്യൂ 130/80 താഴെ വെക്കുക. ഷുഗർ ഉണ്ടോ HbA1c 6.5 താക്കുക. അതാണ് കുറെ അക്കങ്ങൾ ഓർത്ത് വെച്ചാൽ മതി എന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത്. ഈ അക്കങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നത്. ABC, A എന്ന് വെച്ചാൽ 3 മാസത്തെ ഷുഗറിന്റെ ആവറേജ്, HbA1c 6.5 താഴെ, B എന്ന് വെച്ചാൽ BP 130/80, C എന്ന് വെച്ചാൽ LDL കൊളസ്ട്രോൾ 70 താക്കുക. സ്മോക്കിംഗ് ചെയ്യാതിരിക്കുക. എയർ പൊല്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വ്യായാമം കറക്റ്റായിട്ട് ചെയ്യുക. ഹാർട്ട് അറ്റാക്ക് വരുമോ എന്നറിയുന്ന ടെസ്റ്റ് TMT എക്കോ. എത്ര വയസ്സ് തൊട്ട് TMT എക്കോ? 25 വയസ്സ് മുതൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പോ പിമ്പോ ആയിട്ട് എല്ലാ നോർമൽ പുരുഷന്മാരും TMT എക്കോ ചെയ്തിരിക്കുക. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ 20 ടൈംസ് ചാൻസ് കൂടുതൽ. പലപ്പോഴും പല ആണുങ്ങൾ വന്ന് ചോദിക്കും, ഡോക്ടർ എന്റെ ഭാര്യയ്ക്ക് ഇത്രയും തടിയുണ്ട്, അവർക്ക് ഷുഗറും കൊളസ്ട്രോളും, അവർക്ക് എന്താ ബ്ലോക്ക് വരാഞ്ഞ്? കാരണം സ്ത്രീകളുടെ ഹോർമോണായ ഈസ്ട്രജൻ എപ്പോഴും ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യും. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് എത്ര തടിയുണ്ടെങ്കിലും പുരുഷന്മാരെക്കാട്ടും ചാൻസ് കുറയുന്നത്. സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് യൂഷ്വലി മെനോപോസ് കഴിഞ്ഞ്, ആർത്തവവിരാമം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ട് വരുന്നു. അതേപോലെ ഹൃദയാഘാതത്തിന്റെ മുന്നോടിയാണ് ലൈംഗിക ശേഷി കുറവ്. ഇപ്പൊ നമുക്കെല്ലാം അറിയാം, ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കുറയുമ്പോൾ 65% പേരിൽ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയും. സോ 25, 30, 40 വയസ്സുള്ള വ്യക്തിക്ക് ലിംഗത്തിന് പണ്ടത്തത്ര ഉദ്ധാരണ ശക്തി ഇല്ലെങ്കിൽ നേരെ ഒരു ഡോക്ടറിനെ കണ്ട് വയാഗ്ര കഴിക്കുന്നതിന് മുമ്പ് ഹൃദയത്തിലെ രക്തയോട്ടം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പറയുന്നത് TMT എക്കോ നമ്മൾ പറഞ്ഞ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ വയാഗ്ര പോലത്തെ ഉത്തേജക മരുന്നുകൾ കഴിക്കാൻ പറ്റുള്ളൂ. സോ ലോക ഹൃദയ ദിനം നമുക്കെല്ലാം അറിയാം. അൺപ്ലാൻഡ്, നമ്മൾ പ്ലാൻ ചെയ്യാതെ മരണം സംഭവിക്കുന്ന ഒറ്റൊരു അസുഖം ഹാർട്ട് അറ്റാക്കാണ്. ലിവറിന് അസുഖം വന്നാലും ബ്ലഡ് ക്യാൻസർ വന്ന് കട്ടിലേക്ക് കിടന്നാലും നമുക്കൊരു വില്ല് എഴുതി വെക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് എടുക്കാം, നമുക്ക് മരണം പ്ലാൻ ചെയ്യാം. പക്ഷെ അറ്റാക്ക് വന്നാൽ പ്ലാൻ ചെയ്യാനേ പറ്റത്തില്ല. സോ ഹാർട്ട് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ നോക്കുക. എല്ലാ പുരുഷന്മാരും ഈ അക്കങ്ങൾ ഓർത്ത് വെക്കുക. ചീത്ത കൊളസ്ട്രോൾ LDL 70 താക്കുക, BP 130/80, 3 മാസത്തെ ഷുഗറിന്റെ ആവറേജ്, HbA1c 6.5 താക്കുക, ബോഡി മാസ് ഇൻഡെക്സ് അഥവാ BMI 25 താത്തു വെക്കുക. 25 വയസ്സ് കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ TMT ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുക. എന്തെങ്കിലും വ്യായാമത്തിനിടയ്ക്കോ നെഞ്ചിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോഴേ പോയി കാർഡിയോളജിസ്റ്റിനെ കാണുക. എന്നിട്ട് ഹാർട്ട് അറ്റാക്ക് എന്നൊരു വാക്ക് നമ്മൾ വരാതെ അവോയ്ഡ് ചെയ്ത് ഹെൽത്തി ഹൃദയത്തോട് 70, 80, 90 വയസ്സ് വരെ ജീവിക്കുക. നിങ്ങൾ ജിമ്മിൽ പോയി 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ, മൗണ്ട് എവറസ്റ്റ് കയറിയോണ്ടോ നിങ്ങൾക്ക് അറ്റാക്ക് വന്നുകൂടുന്നില്ല. നിങ്ങൾക്കാണ് സാധാരണക്കാണ് ഹയർ ചാൻസ്. ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ അറ്റാക്ക് വരുന്നത്. സോ നിങ്ങളുടെ ഹൃദയത്തിന് അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലെന്നറിയാൻ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം അമിതമായി വർക്കൗട്ട് ചെയ്യുക.